പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഒരു അസാധാരണ കാഴ്ചയിലേക്കാണ് നീളുന്നത്. ഇസ്രയേലിന് നേരെ തൊടുത്തുവിടാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഇറാന്റെ മിസൈലുകൾ. അതിൽ വിക്ഷേപണത്തിന് തൊട്ട് മുൻപായി നീല മാർക്കർ കൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇന്ത്യൻ ജനതയ്ക്ക് നന്ദി. ഇറാന്റെ എയറോസ്പേസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ മിസൈലുകളിൽ ഈ സന്ദേശം എഴുതുന്ന ദൃശ്യങ്ങൾ മുംബൈയിലെ ഇറാനിയൻ കോൺസുലേറ്റും ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ ഭാഗമായിട്ടുള്ള 83ാമത്തെ സൈനിക മുന്നേറ്റത്തിലാണ് ഈ സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേലിലെ അഷ്ദോദിലെ എണ്ണ സംഭരണശാലകൾ, മൊദിഇൻ നഗരത്തിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ, US മിലിറ്ററി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് സെന്റർ എന്നിവയ്ക്ക് പുറമെ അൽ ദഫ്ര, അൽ ഉദൈരി, അലി അൽ സലൈം എയർബേസ്, ഷെയ്ഖ് ഈസ ബേസ് തുടങ്ങിയ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണമെന്ന് ഇറാന്റെ IRGC വ്യക്തമാക്കി. ദീർഘദൂര ഇടത്തരം മിസൈലുകൾ, പ്രിസിഷൻ സ്ട്രൈക്ക് സംവിധാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടുന്ന വൻ സന്നാഹമാണ് ഇറാൻ ഉപയോഗിച്ചത്. ഇന്ത്യക്ക് പുറമെ സ്പെയിൻ, പാകിസ്ഥാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും സമാനമായ നന്ദി അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യുദ്ധമുഖത്ത് ഇറാൻ ഇന്ത്യയെ പ്രത്യേകം ഓർക്കുന്നത്? ഇതിന് പ്രധാന കാരണം ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ മാനുഷിക പിന്തുണയാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നിന്നും വലിയ തോതിലുള്ള സഹായങ്ങളാണ് ഇറാനിലെ യുദ്ധബാധിതർക്കായി ലഭിക്കുന്നത്. പണവും സ്വർണവും മുതൽ വീട്ടു സാധനങ്ങൾ വരെ ജനങ്ങൾ നൽകുന്നു. ഒരു കാശ്മീരി വനിത തന്റെ അന്തരിച്ച ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി 30 വർഷമായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം വരെ സംഭാവന ചെയ്തു. ഇതിനു പുറമെ ഇറാനിലെ മിനാബ് സ്കൂളിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ട ദുരന്തത്തിന് പിന്നാലെ ഇന്ത്യൻ കുട്ടികൾ തങ്ങളുടെ സമ്പാദ്യ കുടുക്കുകൾ പൊട്ടിച്ച് ഇറാനിലെ വിദ്യാർത്ഥികൾക്കായി നൽകിയതും ഇറാനിയൻ ജനതയുടെ ഹൃദയം തൊട്ടു. സ്നേഹം നിറഞ്ഞ ചെറിയ ഹൃദയങ്ങളിൽ നിന്നുള്ള ഈ സമ്മാനവും മറ്റു മാനുഷിക സഹായങ്ങളും ഒരിക്കലും മറക്കില്ല എന്നാണ് ഇന്ത്യയിലെ ഇറാൻ എംബസി പ്രതികരിച്ചത്. മാനുഷിക സഹായങ്ങൾക്ക് പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഈ സന്ദേശത്തിന് പിന്നിലുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഇറാൻ സുരക്ഷിത പാതയൊരുക്കി. ഇന്ത്യയെ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം തികച്ചും സങ്കീർണമായ ഒരു നയതന്ത്ര വെല്ലുവിളിയിലൂടെയാണ് നിലവിൽ ഇന്ത്യ കടന്നു പോകുന്നത്. ജനങ്ങളുടെ മാനുഷിക വികാരവും ഇറാനുമായിട്ടുള്ള ചരിത്രപരമായ ബന്ധവും പരിഗണിക്കുമ്പോൾ തന്നെ അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള തന്ത്രപ്രധാന ബന്ധവും ഇന്ത്യക്ക് കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനിൽ നടന്ന US ഇസ്രയേൽ ആക്രമണത്തോടെ ആരംഭിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും അതിന് അനിവാര്യമാണെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ ഇപ്പോൾ തുടരുന്നത്.